അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന പടച്ച റബ്ബിന്റെ മലക്കുകൾ വരുമടാ നിന്റെ ജനാസ ഖബറടക്കാൻ. പടച്ചവനെ വെറുതെ പറഞ്ഞതല്ല. ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജനാസ ഖബറടക്കിയതാരെന്നറിയോ? സഹാബ. എന്റെ മലക്കുകൾ ഖബറടക്കി സഹാബ. അല്ലാഹുവിന്റെ മലക്കുകൾ ഖബറടക്കിയ സഹാബിയ. മലക്കുകൾ ഖബറടക്കിയ സഹാബിയ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു. വരുമടാ ചെറുപ്പക്കാരാ, വരും ബാപ്പാ, അല്ലാഹ് നിനക്ക് തരുന്ന പ്രതിഫലമാ പറഞ്ഞത്. അല്ലാഹ് നിനക്ക് തരുന്ന പ്രതിഫലമാ പറഞ്ഞത്. ഇതിനാ നല്ല മരണമെന്ന് പറയുന്നത്. ഇതിനാണ് നല്ല മരണമെന്ന് പറയുന്നത്. അല്ലാതെ കണ്ണ് തള്ളി മുഖം കറുത്ത് വായിലൂടെ പതയുന്നൊരയും ഒലിപ്പിച്ച് മലമൂത്ര വിസർജനം നടത്തി മയ്യത്ത് കാണാൻ വരുന്നവനെ ഭയപ്പെടുത്തുന്ന മരണമല്ല. മരിക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ മരിക്കണ്ട്, ശഹീദിനെ പോലെ മരിക്കണ്ട്, സകാദത്ത് കലിമ പറഞ്ഞു മരിക്കണ്ട്, കടം വീട്ടി മരിക്കണ്ട്, തൗബ ചെയ്ത് മരിക്കണ്ട്, നന്മ ചെയ്ത സമയത്ത് മരിക്കണ്ട്. അല്ലാഹുവേ, കാണാൻ വരുന്നവര് മുഴുവനും കൊതിക്കുന്നവര് മരണം വേണ്ട. തയ്യാറാകു സഹോദരാ, പരിശ്രമിക്ക സഹോദരാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്ബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബത്തു ലിത്തഖ്വാ. അതുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവരോടും ഒന്നേ പറയാറുള്ളൂ, സ്വന്തം നഫ്സിനോടും നിങ്ങളോടും പറയാനൊന്നേ ഉള്ളൂ. എപ്പോഴെവിടെ വച്ചാണെന്നറിയില്ലല്ലോ. ചിരിയും കളിയും തമാശയുമായി നടക്കുന്ന മുസ്ലിമേ, ഇടയ്ക്കിടയ്ക്ക് കാലിൽ നോക്കണേ. എടീ പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാ, ഒരുപാട് സുഖിക്കുമ്പോ, ഒരുപാട് ചിരിക്കുമ്പോ കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ. നിസ്കരിക്കാൻ നമുക്ക് വല്ലാത്ത മടിയാണോ, അലസതയാ? എന്തേ സഹോദര, എടാ നിന്റെ വീടിന്റെ മുറ്റത്ത് വരുന്ന ഒരു നായിക്ക് നീ തിന്നാൻ ഇത്തിരി ഭക്ഷണം കൊടുക്ക, കുടിക്കാൻ ഇത്തിരി വെള്ളം കൊടുക്ക. നിന്നെ എത്ര ജനങ്ങളുടെ ഇടയിൽ വെച്ച് കണ്ടാലും അത് നന്ദി കാണിക്കും. അത് നന്ദിയുള്ള മൃഗമായി. നമുക്ക് അല്ലാഹു എന്തെല്ലാം നിഅമത്തുകൾ ചെയ്യുന്നു. നിനക്ക് സമ്പത്തും നിനക്ക് വീടും നിനക്ക് ആരോഗ്യവും ഭാര്യയും മക്കളും കണ്ണും കാലും സർവ്വതും നിനക്ക് തന്നു. നന്ദിയുണ്ടോ? ഒരു നന്ദിയില്ല. നടന്നോ? അള്ളാഹു കാണിച്ചു തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കരിക്ക്. മുസ്ലിമായ പ്രായപൂർത്തിയായ ആണിനും പെണ്ണിനും 5 വഖത്ത് നിസ്കാരം നിർബന്ധമാണല്ലോ. നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണം. ഇരുന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ കടന്ന് നിസ്കരിക്കണം. അങ്ങനെയാണല്ലോ പഠിച്ചിരിക്കുന്നത്. ഒളുവെടുക്കാൻ വെള്ളമുണ്ടെങ്കിൽ ഒളുവെടുക്ക്, ഇല്ലെങ്കിൽ തൈമം ചെയ്യ്. ഇനി തൈമം ചെയ്യാൻ മണ്ണില്ല, നീ ഒന്നും വേണ്ട. വസ്ത്രമുണ്ടെങ്കിൽ ഉടുത്തുകൊണ്ട് നിസ്കരിക്ക്, ഇല്ലെങ്കിൽ ഉടുക്കാതെ നിസ്കരിക്ക്. എന്നാലും നിസ്കാരം കളയാൻ പാടില്ല. 5 വഖത്ത് നിസ്കാരം ഏത് മനുഷ്യനും നിർബന്ധമാണല്ലോ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പക്ഷെ നമുക്ക് നിസ്കരിക്കാൻ മടി, അലസന്മാരാ നമ്മൾ. എന്തോ ഒരു മടി. ഒരു ദിവസത്തിൽ 5 നേരം അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കാൻ മടി. നിനക്കറിയുവോ ഈ നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താണ്? ഇതുവരെ അറിഞ്ഞിട്ടില്ല. എടാ, നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് ഇതുവരെ തിരിഞ്ഞിട്ടില്ല. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നിസ്കരിക്കുന്നവർക്ക് ഞാൻ 2 പ്രതിഫലം തരും. നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു 2 പ്രതിഫലം തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിസ്കരിച്ചാൽ അള്ളാഹു 2 പ്രതിഫലം തരും. ഏതൊക്കെയാണെന്നറിയാം? ഒന്നാമത്തെ പ്രതിഫലം, ഒന്ന് അള്ളാഹു പറയുകയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ. അള്ളാഹു പറയുകയാ, 5 നേരം നീയും നിന്റെ കുടുംബവും നിസ്കരിച്ചാൽ നിനക്ക് മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു എന്താ പറഞ്ഞത്? 5 നേരം നിസ്കരിച്ചാൽ എന്ത് തരും? പറകാക്കന്മാരെ, എന്ത് തരും? എന്ത് തരും? ഭക്ഷണം ആര് തരും? ഭക്ഷണം ആര് തരും? അള്ളാഹ് എങ്ങനെ രാഷ്ട്രീയക്കാരനാണോ പറഞ്ഞ വാക്കുമാറ്റം? എടാ, 1 മാസമോ 1 കൊല്ലമോ അല്ല, മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ ഭാര്യ സന്താനങ്ങൾക്കും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും. അള്ളാഹ് പറയുകയാ, ഞാനാ റാസിഖ്, ഞാനാ റബ്ബ്, ഞാൻ തരാം. നീ എന്തിനാ പേടിക്കുന്നേ?
നീ എന്തിനാടാ വയ്ക്കണേ? 5 നേരം നിസ്കരിക്ക്, ഞാൻ തരാം ഭക്ഷണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. തെണ്ടണ്ട ഇങ്ങനെ പള്ളിയുടെ മുമ്പിൽ, വീടുകളുടെ മുമ്പിൽ, സംഘടനകളുടെ മുമ്പിൽ നീ പോയിട്ട് യാചിക്കണ്ട, ഞാൻ തരാം ഭക്ഷണം. ഈ ഉസ്താദന്മാരാ ലോകത്തെ ഏറ്റവും കൂടുതൽ നല്ല ഭക്ഷണം കഴിക്കുന്നത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആരാ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത്? ആരാ? അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ഉസ്താദന്മാരാ. എന്നും മട്ടനും ചിക്കനും. ഇത് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇമാമത്ത് നിൽക്കണത് ആരാ? നീയൊക്കെ വന്നാലും വന്നില്ലെങ്കിലും അങ്ങാര് നിസ്കരിക്കത്തില്ലേ? നിങ്ങളൊക്കെ പള്ളി വന്നാലും വന്നില്ലെങ്കിലും ആര് നിസ്കരിക്കും? കൊറോണ വന്നപ്പോഴും പറഞ്ഞത് ഇമാമ നിസ്കരിച്ചോളാൻ. കൊറോണ വന്നപ്പോഴും പറഞ്ഞ എന്താ? ഇമാമ നിസ്കരിച്ചോളാൻ. ശമ്പളം വെട്ടിക്കുറച്ചിട്ട് ഉസ്താദ് സുഖമായിട്ട് ജീവിക്കുന്നില്ലേ? ഉസ്താദിന്റെ ശമ്പളം മാത്രം തിരക്കരുത്, അറ്റാക്ക് വന്നു. സുബ്ഹാനല്ലാഹ്. പള്ളിയിലെ ഉസ്താദാണ് ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്നത്. ഉസ്താദന്മാരുടെ ശമ്പളം കൂട്ടുമ്പോൾ പ്രസിഡന്റിന്റെ സെക്രട്ടറിയുടെ ഒക്കെ മുഖം ഒന്ന് കാണണം. അല്ലാഹു അഹ്ല. ഇവിടുത്തെ ആരെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, അത് പേടിക്കണ്ട. അള്ളാഹു മന്ത്രിമാറാകട്ടെ. എടോ, അല്ലാഹു അതാ പറഞ്ഞത്, നമസ്കരിക്ക്. എനിക്ക് എൻ്റെ ഭാര്യയും മക്കളെയും കുറിച്ച് ഒരു പേടിയുമില്ല. എൻ്റെ ഭാര്യ എൻ്റെ മക്കളെ കുറിച്ച് എനിക്ക് യാതൊരു ഭയവും ഇല്ല. കാരണം ഞാൻ നിസ്കരിക്കുന്നുണ്ട്, എൻ്റെ ഭാര്യ നിസ്കരിക്കുന്നുണ്ട്. മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം അള്ള തരും, ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, കൊറോണ വന്നാലും വന്നില്ലെങ്കിലും, എന്ത് വന്നാലും അള്ളാഹു തരും ഭക്ഷണം. അള്ളാഹു ഈ മന്ത്രിമാറാകട്ടെ. അപ്പം നിങ്ങൾ ചോദിക്കൂ, ഉസ്താദെ, അപ്പം ഞാൻ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ആര് കൊടുക്കും? ചോദ്യമല്ലേ? ഞാനപ്പോൾ ഒരു ദിവസം നാളെ ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്ക് ആര് കൊടുക്കും? അള്ളാഹ് ആകാശത്ത് നിന്ന് ഇറക്കി കൊടുക്കോ? ബുദ്ധി കൂടിയ ചോദ്യം. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, നീ പള്ളിക്കുടിയിൽ പോയ ആര് കൊടുക്കൂടാ? നീ ഇന്ന് രാത്രി മരിച്ചാ നാളെ ഉച്ചയ്ക്ക് നീ ഖബറിൽ നിന്ന് അയച്ചു കൊടുക്കോ പാഴ്സല്? ഇല്ലല്ലോ. അപ്പോഴല്ലേ കൊടുക്കണേ? എടാ ചങ്ങാതി, നിനക്ക് നട്ടെല്ലിന് ഉറപ്പുണ്ടെങ്കിലല്ലേ, നിനക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ നീ ജോലിക്ക് പോകത്തുള്ളൂ. നിനക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ നീ ജോലിക്ക് പോകത്തുള്ളൂ. ആരോഗ്യം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? മൂലയിൽ കിടക്കും. അള്ളാഹു പറയുകയാ, നിസ്കരിക്കുമെങ്ങളെ മക്കളോട് പറഞ്ഞ് നിസ്കരിക്കാൻ. നീ എന്താ പറയുന്നത്? നല്ലതുപോലെ പഠിക്ക്, നല്ല ജോലി വേണം, നല്ല ശമ്പളം വേണം, പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. ചുമ്മാതല്ല കഞ്ചാവ് കച്ചവടത്തിന് നടക്കണം നിന്റെ മോൻ. ആ സമയത്ത് നീ പറ, ബാങ്ക് വിളിച്ച എഴുന്നേറ്റ് നിസ്കരിക്ക്, തെണ്ടാതെ ജീവിക്കാൻ മരിക്കുന്ന കാലം വരെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ നിസ്കരിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം വൽ ആഖിബത്തു ലിത്തഖ്വ, നല്ല മരണം അല്ലാഹു തരും. എന്ത് തരും? ഒരു നല്ല മരണം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം തരും നമുക്ക്. നീ ഒന്ന് സ്വപ്നത്തിൽ പോലും കാണാത്ത മരണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു നല്ല മരണം തരും. എന്താ നല്ല മരണം എന്ന് പറഞ്ഞാൽ? വെള്ളിയാഴ്ച മരിക്കല നല്ല മരണം. നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എടാ, നിങ്ങൾ ചിന്തിക്കേണ്ടത്, അള്ളാഹുവിന്റെ പള്ളിയിലേക്കൊക്കെ ഈ രോഗം പിടിച്ചിട്ട് നിസ്കരിക്കാൻ പോകുന്ന വാപ്പമാരെ കണ്ടിട്ടില്ലേ? ഈ പെണ്ണുങ്ങളൊക്കെ സീരിയലും കണ്ടുകൊണ്ടിരിക്കുമ്പോ അതേ വീടിനകത്തിരുന്ന് നിസ്കരിക്കുന്ന ഉമ്മമാരില്ലേ? അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? ഇതുകൂടെ പഠിച്ചിട്ട് നമുക്ക് പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം തരും നിസ്കരിക്കുന്നവർക്ക്. അള്ളാഹുവെ, നീ ഞങ്ങൾക്ക് നല്ല മരണം നൽകണേ അല്ലാ, നല്ല മരണം നൽകണേ അല്ലാ. നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഞാനൊരു ചരിത്രം പറഞ്ഞു തരാം, എന്നിട്ട് നമുക്ക് പിരിയാം. ഇൻഷാല്ലാ ഇരിക്കൂലേ? 12 മണി വരെ ഇരിക്കൂലേ? ഇരിക്കൂലേ? ഇൻഷാല്ലായുടെ പവർ കുറഞ്ഞതുകൊണ്ടാ. ഇരിക്കൂലേ? അള്ളാഹുവേ, ഉറക്ക ഇൻഷാല്ലാ പറയുന്നവർക്ക് മരിക്കുന്ന സമയം ഉറക്ക ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഇനി ഒരു ഇൻഷാല്ലാ പറഞ്ഞ് അൽഹംദുലില്ലാഹ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇൻഷാല്ലാ നിർത്തുകയാണ്. നമുക്കൊരു നന്മ ചെയ്യാം. നമ്മളെല്ലാം അവൻ ദിക്റും പിടിച്ചോണ്ടിരിക്കുക. അവനിപ്പോഴെങ്കിലും ഓർമ്മയുണ്ടല്ലോ. അൽഹംദുലില്ലാഹ്. ഒരു ദിക്റ് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിനെ നല്ല മകനാക്കി കൊടുക്കുമാറാകട്ടെ. ഞാനൊരു ദിക്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ദിക്റ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിത്യമാക്കിയ ചരിത്രങ്ങളുണ്ട്. ചരിത്രം സാക്ഷിക്കുക. സമയമില്ലാത്തതുകൊണ്ട് ഞാനൊരു ദിക്റ് പറഞ്ഞു തരാം. ഈ ദിക്റ് നിങ്ങൾ ഓരോരുത്തരും പറയുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹു രക്ഷപ്പെടുത്തും. പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. നമുക്ക് നന്നാകാൻ കഴിയും. അള്ളാഹു നമുക്ക് ഈ മന്ത്രമാറാകട്ടെ. അപ്പൊ ഒരു ദിക്റ് ഞാൻ പറഞ്ഞില്ലേ? ഒരു ദിക്റ് വേണ്ടേ? നന്നാകാനുള്ള ദിക്റ്. ഈ ദിക്റ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഹൃദയെല്ലാം ശുദ്ധിയാകും. അള്ളാഹു പ്രകാശിപ്പിച്ചു തരും, ഈമാൻ നിറച്ചു തരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഏതാ ദിക്റ്? അല്ലാഹു ഹാളിരി
അല്ലാഹു നാളിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈൻ എന്ന് പറഞ്ഞേ. അല്ലാഹു ഹാദിരി അല്ലാഹു നാളിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈൻ. ഇതിന്റെ അർത്ഥം അറിഞ്ഞാൽ മതി. അല്ലാഹു ഹാദിരി, അല്ലാഹു ഹാദിറ, അല്ലാഹു ഷാഹിദ്, അല്ലാഹു നാദിരി, അല്ല കാണുന്നുണ്ട്. അല്ലാഹു ഷാഹിദി, അല്ലയാ സാക്ഷി. നീ ചെയ്യുന്നതിന് മുഴുവനും അല്ല സാക്ഷിയാ, ഓർത്തു വെച്ചോ. അല്ല എല്ലാം കാണുന്നവനാ. അതുകൊണ്ട് ഈ ദിക്ർ നിങ്ങൾ ജീവിതത്തിൽ നിത്യമാക്കണോ. അള്ളാഹു നമ്മുടെ ഹൃദയം പ്രകാശിപ്പിക്കും. സ്വഹാബിയുടെ ചരിത്രമുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നല്ല മരണം എന്ന് പറഞ്ഞെന്നറിയും. എടാ, അള്ളാഹു റിസ്ക് തരുമെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. മുസ്ലിമായി ശത്രുക്കളെ പിടിച്ചുകൊണ്ടുവന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ ശത്രുക്കളെ പിടിച്ചുകൊണ്ടുവന്നിട്ട് പറഞ്ഞു, നിന്നെ ഞങ്ങൾ കൊല്ലും, നീ ഞങ്ങളുടെ മതത്തിലേക്ക് വാ, പുതിയ മതമൊക്കെ വിട്, ഇസ്ലാം മതം വിട്, ഞങ്ങളുടെ കൂടെ വാ. ഹുബൈബ് പറഞ്ഞു, എന്നെ കൊന്നാലും ഞാൻ തിരിച്ചു വരൂല, എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ വരൂല. എന്തൊക്കെ പറഞ്ഞിട്ടും ഹുബൈബ് റളിയല്ലാഹു തആല തിരിച്ചു വരുന്നില്ല. അവസാനം ഹുബൈബിനെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചു. ഹുബൈബ് റളിയല്ലാഹു തആല തൂക്കിലേറ്റാൻ തീരുമാനിച്ചു. എല്ലാവരും പറഞ്ഞു തൂക്കുകയർ റെഡിയാക്കാൻ പറഞ്ഞു ഹുബൈബിനെ കൊല്ലാൻ. എന്നിട്ട് പറഞ്ഞു, ഇവനെ കൊണ്ട് ജയിലിൽ അടച്ചിട്, ഇവനെ തിന്നാനും കുടിക്കാനും ഒന്നും കൊടുക്കരുത്. ഹുബൈബ് റളിയല്ലാഹു തആല ഇവനെ കൊണ്ടുപോയി ജയിലിനകത്ത് അടച്ചിട്ടു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഹുബൈബിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചവന്റെ സഹോദരിയുടെ ചെറിയ കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇറങ്ങി നടന്ന് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജയിലിനകത്ത് കയറി. ഈ പെണ്ണിങ്ങനെ തന്റെ കുഞ്ഞിനെ തെരഞ്ഞു വരുമ്പോ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മടിയിൽ ആ കുഞ്ഞിരിക്കുന്നുണ്ട്. ഹുബൈബ് തങ്ങളുടെ കയ്യിൽ കത്തിയിരിപ്പുണ്ട്. ഈ പെണ്ണ് പേടിച്ചുപോയി. ഈ പെണ്ണ് ഭയന്നുപോയി. പടച്ചോനെ, എന്തു ചെയ്യും? ഹുബൈബ് കൊന്നുകളയുമോ? വല്ലാത്ത പേടി ഈ പെണ്ണിന്. ഈ പെണ്ണ് അവസാനം പേടിച്ചുകൊണ്ട് ആ ജയിലിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു നഖം വെട്ടിക്കൊണ്ടിരിക്കുകയാ കത്തി കൊണ്ട്. കാരണം തൂക്കുകയറി വെളിയിൽ റെഡിയാകുന്നുണ്ട്. മരിക്കുന്നതിന് മുമ്പ് നഖം വെട്ടുകയാ. ഈ ചോരക്കുഞ്ഞ് മടിയിലിരിക്കുന്ന കുഞ്ഞിനെ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു കൈകൊണ്ട് തലോടിയിട്ട് ഉമ്മാടെ കയ്യിലേക്ക് കൊടുത്തു. ആ പെണ്ണ് പറയുകയാ, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പട്ടിണിയ, വെള്ളമില്ല, ഭക്ഷണമില്ല, ജയിലിനകത്ത് അടച്ചിട്ടിരിക്കുകയാ. പക്ഷേ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ മുന്തിരിയുടെ പാത്രം ഇരിക്കുന്നത്. ആ പെണ്ണ് പറയുകയാ, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ ജയിലിനകത്ത് അടച്ചിട്ടിരിക്കുമ്പോ ഞാൻ കണ്ടു ഹുബൈബിന്റെ മുമ്പിൽ മുന്തിരി ഇരിക്കുന്നത്. അന്ന് ആ നാട്ടിൽ പോലും മുന്തിരി കിട്ടാത്ത സമയം, അന്ന് ആ നാട്ടിൽ പോലും മുന്തിരി കിട്ടാത്ത സമയം ജയിലിനകത്ത് നഖം വെട്ടിക്കൊണ്ടിരിക്കുന്ന ഹുബൈബിന്റെ മുമ്പിൽ മുന്തിരി പാത്രം ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ആ പെണ്ണ് പറയുകയാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തിനാ അല്ലാഹു കൊടുത്തെന്നറിയോ ഹുബൈബിന്? എന്തിനാ അല്ലാഹു കൊടുത്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിലേറ്റാൻ കൊണ്ടുവന്നു. ശത്രുക്കൾ ചോദിച്ചു, ഹുബൈബേ, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? നീ എന്ത് ചോദിച്ചാലും ഞങ്ങൾ തരാം. നിന്റെ അവസാനത്തെ മോഹം എന്താ? നീ ഞങ്ങളുടെ കൂട്ടുകാരനാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഞാൻ ചോദിച്ചാൽ തരുമോ? എന്ത് ചോദിച്ചാലും തരും. എങ്കിൽ ഹുബൈബ് തങ്ങൾ പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ സമ്മതിക്കുമോ? എനിക്ക് മരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കണം. സമ്മതം കൊടുത്തു. ഹുബൈബ് തങ്ങൾ നിസ്കരിച്ചു. പെട്ടെന്ന് നിസ്കരിച്ചു. സുജൂദിലേക്ക് വീണു. അല്ലാഹുവോട് പറഞ്ഞു, പടച്ചോനെ, ഞാൻ എപ്പോൾ നിസ്കരിച്ചാലും വലിയ സൂറത്താ ഓതണേ. ഇന്ന് ചെറുതാ ഓതിയത്. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, കൊതി തീർന്നിട്ടല്ല. അല്ലാഹ്, എന്റെ നിസ്കാരം നീണ്ട ഇവന്മാര് വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ചെറിയ സൂറത്ത് ഓതിയത്. നിസ്കരിച്ചു, സലാം വീട്ടി, ദുആ ചെയ്തു, കഴുകുമരത്തിന്റെ മുകളിൽ കയറി. ഹുബൈബ് തങ്ങളോട് കഴുത്തിൽ കയറിടാൻ അവർ പറഞ്ഞു, മുഖം മറയ്ക്കണ്ട. ഹുബൈബ് കടന്ന് പിടയുന്നത് ഞങ്ങൾക്ക് കാണണം, അവന്റെ മുഖം മറയ്ക്കരുത്. ഹുബൈബ് തങ്ങളുടെ കൈകാല് കെട്ടി കഴുത്തിൽ കയറ് മുറുക്കി. എന്നിട്ട് അവർ ചോദിച്ചു, ഹുബൈബേ, മതം മാറണ്ട, നിന്നെ വെറുതെ വിടാ, നീ മുഹമ്മദിനെ ഒരു ചീത്ത പറ. പിന്നെയും ഓഫർ. ഹുബൈബിനോട് പറഞ്ഞു, നീ മതമൊന്നും മാറണ്ടടാ, നീ ഞങ്ങളുടെ കൂട്ടുകാരനാടാ ഹുബൈബേ, മുഹമ്മദിനെ ഒരു ചീത്ത പറഞ്ഞാൽ മതി, എന്തെങ്കിലും ഒരു മോശമായ വാക്ക് പറ, നിന്നെ ഞങ്ങൾ വെറുതെ വിടാം. ഹുബൈബ് തങ്ങൾ പറഞ്ഞു, കൊന്നാലും ഞാൻ പറയൂല.
അപ്പൊ അവർക്ക് ദേഷ്യമായി കുന്തം കൊണ്ട് ഹുബൈബ് തങ്ങളുടെ വയറ്റിലും നെഞ്ചിലും കുത്തിയിറക്കി പച്ച ഇറച്ചി ഇങ്ങനെ വലിച്ചു പറിച്ചു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ നിന്ന് പച്ചയിറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുകയാ. വേദന സഹിക്കാൻ കഴിയാതെ ഹുബൈബ് തങ്ങൾ കരയുമ്പോ കളിയാക്കിയിട്ട് ചിരിക്കുകയാ. കരയുകയാണോടാ ഹുബൈബ്? അവര് പരിഹസിക്കുകയാണ്. മരണപ്രാളത്തിൽ കിടന്ന് പിടയുന്ന ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ അവര് പരിഹസിക്കുകയാ, കളിയാക്കുകയാ. മരണപ്രാളത്തിൽ കിടന്ന് പിടയുമ്പോ തൂക്കുകയറിൽ കിടന്ന് പിടയുന്ന ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് അതാ മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്കിറങ്ങി വരികയാ. പ്രതിഫലം എന്നടാ ചെറുപ്പക്കാരാ, 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് നിസ്കരിക്കുന്ന ഉമ്മമാരെ, നിന്റെ മരണമാ പറയുന്നത്. നിനക്ക് അല്ലാഹു തരുന്ന മരണം എങ്ങനെയാണെന്നാ ഞാൻ പറയുന്നത്. അവസാനത്തെ മോഹമെന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു, ആ ഹുബൈബിന് അല്ലാഹു കൊടുത്ത പ്രതിഫലം നിനക്ക് കാണണോ? മരത്തിൽ കിടന്ന് പിടയുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാണ്. സഹിക്കാൻ കഴിയാതെ, വേദന സഹിക്കാൻ കഴിയാതെ കഴുകുമരത്തിൽ കിടന്ന് പിടയുന്ന ഹുബൈബിനോട് മലക്കുകൾ പറയുന്ന, ഹുബൈബേ വിളിച്ചു പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറയടാ ഹുബൈബ്, പറയടാ ഹുബൈബ്, ഷഹാദത്ത് കലിമ വിളിച്ചു പറയടാ. കഴുകുമരത്തിൽ കിടന്ന് പിടയുന്ന ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു കളിയാക്കി കൊണ്ടിരിക്കുന്നവന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് വിളിച്ചു പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പേടിച്ചു പോയി മുസ്ലിമേ, പേടിച്ചു പോയടോ. കഴുകുമരത്തിൽ കിടന്ന് ഷഹാദത്ത് കലിമ വിളിച്ചു പറയുന്ന ഹുബൈബിനെ കണ്ടപ്പോ ഇടിത്തീ വീണതുപോലെ അവര് ഭയന്നു പോവുകയാണ്. വാപ്പാ, നിനക്കല്ല തരുന്ന പ്രതിഫലം കേൾക്കണോ? രോഗം പിടിച്ചിട്ടും നീ പള്ളിയിൽ പോകുന്നവനാ, എത്ര താമസിച്ച് കിടന്നാലും നിസ്കരിക്കുന്നവനാ. അല്ല തരുന്ന പ്രതിഫലം നീ മരിക്കാൻ കിടക്കുമ്പോ ഷഹാദത്ത് കലിമ പറഞ്ഞു തരാൻ ആട് വേണ്ട വാപ്പാ. നിന്റെ ഉപ്പയോ നിന്റെ ഉമ്മയോ നിന്റെ ഭാര്യയോ നിന്റെ മക്കളോ നിന്റെ കൂടപ്പുറപ്പോ കുടുംബക്കാരോ ആരും നിനക്ക് വേണ്ട. ഷഹാദത്ത് കലിമ പറഞ്ഞു തരാൻ ആള് വേണ്ട. ആര് പറഞ്ഞു തരുമെന്നറിയോ പാപ്പാ? ആര് പറഞ്ഞു തരുമെന്നറിയോ? അല്ലാഹുവിന്റെ മലക്കുകൾ പറയും, പറവാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിനക്കും മലക്കുകൾ പറഞ്ഞു തരും ബാപ്പാ, അസ്റായീൽ പറഞ്ഞു തരും ബാപ്പാ. പെങ്ങളെ, നിസ്കരിക്കാത്ത മകളല്ല, അല്ലാഹനെ മറന്ന് നടക്കുന്നവളല്ല നിനക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു തരേണ്ടത്. നീ നിസ്കരിച്ചവളാണല്ലോ, നീ ഒരു വഖ്ത് പോലും മുടക്കാത്തവളാണല്ലോ. അല്ലാഹന്റെ മലക്കുകൾ നിനക്ക് പറഞ്ഞു തരും ഷഹാദത്ത് കലിമ. പറയടാ ഹുബൈബേ, പറയടാ ഹുബൈബേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹുബൈബ് തങ്ങൾ ഷഹാദത്ത് കലിമ ഉറക്ക വിളിച്ച് പറയുകയാ. എന്നിട്ട് മലക്കുകൾ പറയുകയാ, ചിരിക്കടാ ഹുബൈബ്, എന്തിനാടാ കരയുന്നത്? എന്തിനാടാ കരയുന്നത്? അല്ലാഹുവിന്റെ മലക്കുകൾ പറയുകയാണ്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ
ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മലക്കുകൾ ചോദിക്കുകയാണ്, എന്തിനാ നീ കരയുന്നത്, എന്തിനാ നീ പേടിക്കുന്നത്, എന്തിനാ നീ വിഷമിക്കുന്നത്? ഇങ്ങോട്ട് നോക്കടാ ഹുബൈബേ. ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് മലക്കുകൾ നിരന്നു നിൽക്കുന്നത് കണ്ടോ? ഇത് സ്വർഗത്തിലെ പട്ടുവസ്ത്രമാണ്, ഇത് നിന്റെ റൂഹ് പൊതിയാൻ കൊണ്ടുവന്നതാണ്. നീ എന്തിനാ കരയുന്നത്, നീ എന്തിനാ പേടിക്കുന്നത്? കരയല്ലേടാ ഹുബൈബേ, കരയല്ലേടാ ഹുബൈബേ. ഉപ്പാ, നിന്റെ വാപ്പ മരിച്ചു കിടന്നപ്പ ചിരിച്ചത് എങ്ങനെയാണെന്നറിയോ? സ്വർഗം കണ്ടട്ടാ വാപ്പാ. പെങ്ങളെ, ഉമ്മാടെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ. ഉമ്മ ചിരിച്ചുകൊണ്ട് കിടക്കാറുള്ള കാരണം വഅബ്സിറൂ ബിൽ ജന്നാ. മലക്കുകൾ സ്വർഗം കാണിച്ചു കൊടുത്തു. ആ സ്വർഗം കണ്ട സന്തോഷത്തിൽ ചിരിച്ചതാ, ആ സ്വർഗം കണ്ട സന്തോഷത്തിൽ ചിരിച്ചതാ. ഹുബൈബിനോട് പറഞ്ഞു, ചിരിക്കടാ ഹുബൈബ്. ഹുബൈബ് തങ്ങളുടെ ചിരി കാണാൻ തിരക്കായിരുന്നടാ ചെറുപ്പക്കാരാ. കഴുകുമരത്തിൽ തൂങ്ങിക്കിടന്ന ഹുബൈബ് കണ്ണ് തള്ളിയിട്ടില്ല, നാവ് കടിച്ചു പിടിച്ചിട്ടില്ല, വായിലൂടെ പറയുന്നൊരയുമില്ല, മലമൂത്ര വിസർജനം നടത്തിയിട്ടില്ല. ഹുബൈബ് തങ്ങളുടെ കഴുകുമരത്തിൽ തൂങ്ങിക്കിടന്നത് എങ്ങനെയെന്നറിയോ? അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ നേരെ തല വെച്ചിട്ടാടാ. ശത്രുക്കൾ ഹുബൈബിന്റെ തല തിരിക്കാൻ നോക്കി, ഹുബൈബിന്റെ തല പിടിച്ച് തിരിക്കാൻ നോക്കി. ഹുബൈബ് തല കിബിലയുടെ നേരെ വെച്ചടാ. കഴുകുമരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഹുബൈബിന്റെ ജനാസ കാണാൻ, ചിരി കാണാൻ തിരക്കായിരുന്നടാ. എത്രയോ സ്വഹാബികൾ, എത്രയോ ശത്രുക്കൾ മുസ്ലിമായത് ഹുബൈബിന്റെ ചിരി കണ്ടട്ടാ. ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. ഒരു സ്വഹാബി പറയുകയാ, ഞാൻ മുസ്ലിമാകാനുള്ള കാരണം ഹുബൈബിന്റെ ചിരിയായിരുന്നു. എന്തൊരു ചിരിയായിരുന്നു റബ്ബേ! ഹുബൈബിന്റെ ചിരി വല്ലാത്ത ചിരിയായിരുന്നു. എനിക്ക് പറയാനുള്ളത്, നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം പ്രകാശിക്കുന്ന മുഖമാ. ചിരിക്കുന്ന ഒരു മുഖം തരുമടോ, പ്രകാശിക്കുന്ന ഒരു മുഖം തരുമടോ. ചിന്തിച്ചു നോക്ക് നിന്റെ ഉപ്പാനെ കുറിച്ച്. ഏത് പാതിരാത്രി വന്ന് കിടന്നാലും ഉപ്പ നിസ്കരിക്കുമായിരുന്നല്ലോ. രോഗം പിടിച്ച് കിടക്കുമ്പോഴും നിന്റെ ഉമ്മ നിസ്കരിക്കുമായിരുന്നല്ലോ. അവർ നിസ്കരിച്ചിട്ട് വാങ്ങിച്ച പ്രതിഫലമാ അവരുടെ മുഖത്തെ പ്രകാശം. ഹുബൈബിനോട് പറഞ്ഞു, ചിരിക്കടാ. കഴുകുമരത്തിൽ ഹുബൈബ് തങ്ങളെ ചിരിച്ചുകൊണ്ട് കിടക്കുകയാണ്. റബ്ബേ, ശത്രുക്കൾക്ക് ദേഷ്യമായി, ഈ ജനാസ ഇവിടെ നിന്ന് വിട്ടുകൊടുക്കരുത്, ഇവിടെ കിടന്ന് പുഴുത്തു നാറട്ടെ. ശത്രുക്കൾ കാവല് നിൽക്കുകയാ. ഹുബൈബിന്റെ ജനാസ അടിക്കാൻ സമ്മതിക്കുന്നില്ല, അവിടെ തന്നെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് സങ്കടമായി, നബി തങ്ങൾക്ക് വല്ലാത്ത പ്രയാസമായി. നബി തങ്ങൾ ചോദിക്കുന്നു, സ്വഹാബാ, ആരാ എന്റെ ഹുബൈബിനെ കബറടക്കുന്നത്? ആരാ എന്റെ ഹുബൈബിനെ കബറടക്കുന്നത്? നബി തങ്ങൾ ചോദിക്കുമ്പോ ഒരു സ്വഹാബി പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, ഞാൻ പോകാ നബിയേ, ഞാൻ പോകാ നബിയേ, ഹുബൈബിനെ ഞാൻ കബറടക്കാ നബിയേ. ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി കടന്നു പോവുകയാണ്. ഹുബൈബ് തങ്ങളെ കഴുകുമരത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോ ശത്രുക്കൾ ഒരുമിച്ച് നിന്ന് കള്ളു കുടിക്കുകയാണ്. കാവല് നിൽക്കുന്നവന്മാര് മുഴുവനും കള്ളു കുടിക്കുകയാണ്. ഹുബൈബ് തങ്ങളുടെ ജനാസയ്ക്ക് അവര് കാവല് നിൽക്കുകയാണ്. ഈ സ്വഹാബി നോക്കുമ്പോ ഒരു സുന്ദരിയായ പെണ്ണോടി വരികയാ, സൗന്ദര്യവതിയായ ഒരു പെണ്ണോടി വരികയാ. അവൾ ഓടി വന്നിട്ട് ശത്രുക്കളോട് ചോദിക്കുകയാ, ഹുബൈബിന്റെ തലയെവിടെ, ഹുബൈബിന്റെ തലയെവിടെ? അവര് ചോദിച്ചു, ചത്തവന്റെ തല നിനക്കെന്തിനാ പെണ്ണ്? ഈ അഴുകിക്കിടക്കുന്നവന്റെ തല നിനക്കെന്തിനാ പെണ്ണ്? പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അവന്റെ തല വെട്ടിപ്പൊളിച്ച് തലച്ചോറെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് ഹുബൈബിന്റെ തലയോട്ടിക്കകത്തെനിക്ക് കള്ളൊഴിച്ചു കുടിക്കാനാ.
ഹുബൈബിന്റെ തലയോട്ടി എനിക്ക് വേണം. കള്ളൊടിച്ച് കുടിക്കാൻ ഞാൻ ശപഥം ചെയ്തിട്ട് വന്നതാണ്. എനിക്കവന്റെ തലയോട്ടി വേണം. നിങ്ങളിൽ ആരാ വെട്ടിത്തരുന്നത്? നിങ്ങളിൽ ആരാ വെട്ടിത്തരുന്നത്? ഞാൻ എന്റെ ശരീരം തരാ, ഞാൻ എന്റെ ശരീരം തരാ. അല്ലാ, സുന്ദരിയായ പെണ്ണിന്റെ ശരീരം കണ്ടപ്പോ കയ്യിലിരുന്ന കള്ളെടുത്ത് വലിച്ചെറിഞ്ഞ് അരയിൽ കിടന്ന വാള് വലിച്ചൂരി ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തല വെട്ടുന്നതിന് വേണ്ടി ചെറുപ്പക്കാര് ഓടുമ്പോ ഈ സ്വഹാബിയുടെ പനമരത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്. എന്താണ് നടക്കുന്നതെന്ന് കാണണമല്ലോ. സുബ്ഹാനല്ലാഹ്, മുകളിലെത്തുമ്പോ തലവെട്ടാൻ പോയവന്മാര് ജീവനും കൊണ്ടോടുകയാ. നാലു ഭാഗത്തേക്കും ഓടുകയാ. ഒന്നും കാണുന്നില്ലടോ, ഒന്നും കാണുന്നില്ലടോ. ഒരുപാട് സമയം കഴിഞ്ഞു. ഈന്തപ്പന മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ഉബൈബ് തങ്ങളുടെ ശരീരം കാണുന്നില്ല, ജനാസ കാണുന്നില്ല, സംഭവിച്ചതറിയില്ല. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, നബി തങ്ങളുടെ മുന്നിലേക്ക് ഓടുകയാണ്. കരഞ്ഞുകൊണ്ട് നടന്നത് മുഴുവനും പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ കാണുന്നില്ല നബിയേ, ഹുബൈബിന്റെ ജനാസ കാണുന്നില്ല നബിയേ. നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, എന്റെ ഹുബൈബിനെ ഖബറടക്കി സഹാബാ, ഹുബൈബിനെ കബറടക്കി. ആരാ കബറടക്കിയത്? നിസ്കരിക്കുന്ന ചെറുപ്പക്കാരോട്, നിസ്കരിക്കുന്ന ചെറുപ്പക്കാരോട് അല്ലാഹ് നിനക്ക് തരുന്ന പ്രതിഫലം അറിയണോടാ മോനെ. 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഒരു ദിവസം നീ മരിക്കുമല്ലോ, നിന്റെ ജനാസ കുളിപ്പിക്കുമല്ലോ, അവസാനം താങ്ങിയെടുത്ത് വീടിനകത്ത് 3 കഷ്ടം വെള്ളത്തുടിയുടെ മുകളിൽ കൊണ്ടുവന്ന് മലർത്തിക്കടത്തുമല്ലോ. എന്നിട്ട് റബ്ബേ നിനക്കുള്ള ദാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. നിന്റെ ശരീരത്ത് മുഴുവനും പഞ്ഞി വെക്കുമല്ലോ, നിന്റെ ജനാസ പൊതിയുമല്ലോ, മയ്യത്ത് കട്ടിലെ കൊണ്ടുവന്നല്ലോ, എടുത്തു മലർത്തി കടത്തുമല്ലോ. സുബ്ഹാനല്ലാഹ്, നിലവിളിയാടാ ചെറുപ്പക്കാരാ. ഒരു മരണ വീട്ടിൽ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയം എപ്പോഴാണല്ലോ? ജനാസ ചുമക്കുകയാ. 5 നേരം നിസ്കരിച്ച എന്റെ ചെറുപ്പക്കാരോട്, എന്റെ ഉമ്മ പെങ്ങന്മാരോട് പറയുകയാ, അല്ലാഹ് തരുന്ന പ്രതിഫലം കേൾക്കണോ, അല്ലാഹ് തരുന്ന പ്രതിഫലം കേൾക്കണോ. നിന്റെ നാട്ടിലെ പള്ളിയിലെ സ്ഥലമില്ല പെങ്ങള്, നിറയുമടാ ചെറുപ്പക്കാരാ. നിങ്ങളുടെ നാട്ടിലെ പള്ളി ജീവിതത്തിൽ ആദ്യമായി നിറഞ്ഞു കവിയുകയാ. കാലുകുത്താ സ്ഥലമില്ല.